തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലെ ലഡ്ഡു വിവാദത്തിൽ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹനെതിരെയും സർക്കാരിനെതിരെയും ആന്ധ്രയിൽ തകർത്തടിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. ഇതോടെ ജഗൻമോഹനെതിരെ ആന്ധ്രയിൽ പ്രതിഷേധം കടുക്കുകയാണ്. ഈ വിഷയത്തിൽ ഇതാ കേന്ദ്ര സർക്കാരും ഗൗരവമായി ഇടപെട്ടിരിക്കുന്നു. തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡ്ഡു തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയും അടങ്ങിയിട്ടുണ്ടെന്ന കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനോടാണ് ആരോഗ്യമന്ത്രി JP നദ്ദ റിപ്പോർട്ട് തേടിയത്. അത്യന്തം പാവനമായി കരുതുന്ന ലഡ്ഡുവിൽ നെയ്യിന് പരമായി വില കുറഞ്ഞ അപകടകാരിയായ മൃഗക്കൊഴുപ്പ് പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചത് തെലുങ്ക് ദേശം പാർട്ടിയാണ് രാജ്യത്തെ ഞെട്ടിച്ച ആ വിവരം പുറത്തുവിട്ടത്. മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി അധികാരത്തിലിരുന്ന സമയത്ത് തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദത്തിൽ പോത്തിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് മീനെണ്ണയും അടങ്ങിയിട്ടുണ്ടെന്നായിരുന്നു ചന്ദ്രബാബു നായിഡുവിൻ്റെ വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രിയുടെ ആരോപണത്തെ ശരിവെച്ച് ഗുജറാത്തിലെ ലാബ് റിപ്പോർട്ടും പുറത്തു വന്നു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുഖ്യമന്ത്രിയോട് നേരിട്ട് റിപ്പോർട്ട് തേടിയത്. വെങ്കടേശ്വര ക്ഷേത്രത്തിൽ പ്രസാദമായി നൽകുന്ന ലഡ്ഡുവിൽ മൃഗക്കൊഴുപ്പും മത്സ്യ എണ്ണയും അടങ്ങിയിട്ടുണ്ട് എന്ന ലാബ് റിപ്പോർട്ട് ഭക്തർക്ക് ഹൃദയവേദനയാണ് സമ്മാനിച്ചത്. ലാബ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ക്ഷേത്രത്തിൽ സംഭരിച്ചിരിക്കുന്ന നെയ്യിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാൻ 4-അംഗ സമിതിയെ ക്ഷേത്ര ഭരണസമിതി നിയോഗിച്ചു. തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ക്ഷേത്രം. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. രാജ്യത്തെ വിറപ്പിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിലും ഈ മൃഗക്കൊഴുപ്പ്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൻ്റെ ധീരോദത്തമായ ചരിത്രത്തിൽ മൃഗക്കൊഴുപ്പ് സൃഷ്ടിച്ച പ്രകോപനം ഏറെ വലുതാണ്. അന്ന് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയ പേപ്പർ ഉപയോഗിച്ച് നിർമ്മിച്ച കവറിലായിരുന്നു വെടിയുണ്ട പൊതിഞ്ഞ് പട്ടാളക്കാർക്ക് ബ്രിട്ടീഷ് സേന നൽകിയത്. അതിലൂടെ ആചാര ലംഘനങ്ങളും വിശ്വാസഹത്യമായിരുന്നു ബ്രിട്ടീഷുകാർ ലക്ഷ്യമിട്ടത്. ഈ മൃഗക്കൊഴുപ്പാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യസമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണമായത്. അതുപോലെ 1983 രാജ്യത്ത് സസ്യ വനസ്പതി എന്ന പേരിൽ ഇറക്കുമതി ചെയ്തവയിൽ മൃഗക്കൊഴുപ്പും കണ്ടെത്തിയിരുന്നു. ഇതും വൻ വിവാദമായിരുന്നു. ജഗൻമോഹൻ സർക്കാരിൻ്റെ കാലത്ത് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിലെ ലഡ്ഡു തയ്യാറാക്കാൻ മൃഗക്കൊഴുപ്പും നിലവാരം കുറഞ്ഞ ചേരുവകളും ഉപയോഗിച്ചത് വിവാദത്തിൽ തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിൻ്റെ മുഖ്യ പുരോഹിതനായിരുന്ന രമണ ദീക്ഷിതിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: 5 വർഷമായി ഈ മഹാപാതകം നടക്കുന്നു. ക്ഷേത്രം വൈകുണ്ഠമാണെന്നാണ് വിശ്വാസം. ഓരോ ഹിന്ദുവും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും 7 കുന്നുകളുടെ ഈ ക്ഷേത്രം സന്ദർശിക്കണം. തിരുമല സാധാരണ ഭക്തർ മാത്രമല്ല, പണ്ടത്തെ രാജാക്കന്മാർ മുതൽ ഇന്നത്തെ ഭരണാധികാരികൾ വരെ എത്തി പ്രാർത്ഥിക്കുന്ന ഇടമാണ്. ക്ഷേത്രത്തിൽ ഇപ്പോൾ സംഭവിച്ചത് പൂജാരി എന്ന നിലയിലും ഭക്തൻ എന്ന നിലയിലും ഏറെ ദുഃഖമുണ്ടാക്കി. പ്രസാദം പഴയതുപോലെ അല്ലെന്ന് നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസാദത്തിൻ്റെ കാര്യത്തിൽ ഭക്തരുടെ ആരോപണങ്ങളെക്കുറിച്ച് TTDക്ക് പലതവണ പരാതി നൽകിയിട്ടും ആരും ശ്രദ്ധിച്ചില്ല. അതേസമയം തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ പവിത്രത കാത്തുപാലിക്കാൻ സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുമെന്ന് TDP ജനറൽ സെക്രട്ടറിയും ആന്ധ്ര മന്ത്രിസഭയിലെ മന്ത്രിയുമായ നാരാ ലോകേഷ് ഉറപ്പു നൽകുന്നു. മുൻ സർക്കാർ തിരുമലയിൽ വലിയ തെറ്റുകൾ വരുത്തി ഭക്തരെ ഭഗവാനിൽ നിന്നും അകറ്റിയെന്നാണ് നാരാ ലോകേഷ് പറയുന്നത്. തെറ്റ് കണ്ടെത്തിയപ്പോൾ തന്നെ പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിച്ചു കഴിഞ്ഞു. തിരുപ്പതി ലഡ്ഡുവിൻ്റെ വലിപ്പം കുറച്ച് സംബന്ധിച്ചും പരാതി ഉയർന്നിരുന്നു. അതിനും അന്വേഷണത്തിന് ഉത്തരവിട്ടതായും അദ്ദേഹം പറഞ്ഞു. എന്തായാലും പ്രതിപക്ഷത്തിരിക്കുന്ന ജഗൻമോഹൻ ഭക്തരോട് മാപ്പ് പറഞ്ഞാൽ മാത്രം വിഷയം തീരില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ തെലുങ്ക് ദേശം പാർട്ടിയും ആന്ധ്രാപ്രദേശും.